ജന്തർ മന്ദറിലെ CJPയുടെ സമരം കേന്ദ്ര ഗവൺമെൻറ്റിനെ വല്ലാതെ വലിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു വൈരനിര്യാതന ബുദ്ധിയോടുകൂടി ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. അവിടെ കയറി ആ കുഞ്ഞുങ്ങളെയും കുട്ടികളെയും അതുപോലെ യുവാക്കളെയും എല്ലാം അവിടെ പരിസരത്തുണ്ടായിരുന്നവരെയെല്ലാം അടിച്ച് നാശമാക്കി. അതായത് പോലീസിനെ കൊണ്ട് ഉപദ്രവിപ്പിച്ചു. അത് ജൂലൈ 20-ാം തീയതി. ആ 2 ദിവസങ്ങളിലേക്ക് വലിയ നായാട്ടാണ് നടന്നത് അവിടെ. ആ രീതിയിലാണ് ഈ കുട്ടികളെ ഉപദ്രവിച്ചു, യുവാക്കളെ ഉപദ്രവിച്ചത്. പലരുടെയും നട്ടെല്ലാം അടിച്ചോടിച്ചു, ഒരുപാട് നാശമുണ്ടാക്കി. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് ഒരുപാട് പേരെ, ഏതാണ്ട് 10-16 പേരെ പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. പെല്ലറ്റുകൾ തറച്ച് ഒരുപാട് പരിക്കേറ്റിട്ടുണ്ട്. ലാത്തിയടി ഒരുപാട് പേരെ കയറ്റിട്ടുണ്ട്. തല പൊട്ടിയവർ, കൈയൊടിഞ്ഞവർ, ആ രീതിയിൽ ഒരുപാട് പേരെ ഉപദ്രവിച്ചു. ഇത് വലിയ പ്രശ്നമായി. ലാത്തി അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാത്തി അടി എന്ന് പറഞ്ഞാൽ ആണി തറച്ച ലാത്തിയാണ് ഈ വെച്ച് അടിക്കുന്നത്. ഈ അടിക്കുന്നവന്മാർക്ക് ഒരടി അവന് തിരിച്ച് ഇതുപോലെ കിട്ടിയിരുന്നെങ്കിൽ അവൻ ഇതിൻ്റെ കുഴപ്പം അറിഞ്ഞേനെ. അതറിയാൻ മാർഗമില്ലല്ലോ. ഏതായാലും അത് കഴിഞ്ഞിട്ട് ഒളിച്ചുകളി നടന്നു. നമ്മുടെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ, അയാളുടെ ചുമതലയിലാണല്ലോ ഈ ഡൽഹി പോലീസൊക്കെ ഉള്ളത്. അപ്പം അവർ പാർലമെൻറ്റിൽ കയറത്തില്ല. അതായത് ലോക്സഭയിലും രാജ്യസഭയിലും കയറത്തില്ല. കാര്യം ഈ ചോദ്യം ചോദിക്കും, ഉത്തരം പറയണ്ടല്ലോ, മിണ്ടായിരുന്നാൽ മതിയല്ലോ. ഇന്ന് അതിന് നല്ലൊരു പരിപാടി ചെയ്തു. ഇനിയിപ്പോൾ അവസാനത്തെ ദിവസമായിരുന്നു വിൻ്റർ സെഷൻ്റെ. ഇതുവരെ പോയിട്ടില്ല. ഇന്ന് കയറി വന്ദേ മാതരം ഫുള്ളായിട്ട് അങ്ങ് ആലപിച്ചു. നമുക്ക് കഴിക്കാമല്ലോ, വന്ദേ മാതരം ആലപിച്ച് കഴിഞ്ഞാൽ ചാപ്പാട് കഴിക്കാനുള്ള മാർഗമുണ്ടല്ലോ. അതെല്ലാം ആലപിച്ചിട്ട് അത് നിർത്തിവെച്ചു. ഇനി ഈ അനിശ്ചിത കാലത്തേക്ക് പിരിഞ്ഞു. നന്നായി. അപ്പോൾ ഈ എന്നിട്ട് അവിടെ ഇനി അത് കഴിഞ്ഞിട്ട് സ്പീക്കർ ഒരു ആഹാരം കൊടുക്കും കേട്ടോ, ഒരു പാർട്ടി നടത്തും. അതിനേതായാലും ശരി, ഇന്ത്യ മുന്നണിയിലെ ആരും പോയില്ല. അത് ബഹിഷ്കരിച്ചു, അവരങ്ങ് ഇറങ്ങിപ്പോയി. അത് കനിമൊഴി മാത്രം DMKയുടെ ആളായിട്ട് പോയി ഇരുന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട്. ഇത് തന്നെ നടന്നേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, വൈരനിര്യാതന ബുദ്ധിയോടുകൂടി പെരുമാറുന്നതിൻ്റെ കാര്യങ്ങൾ കണ്ടു തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഏതാണ്ട് 2060 56 സ്റ്റുഡൻസാണ്, ഒരു ലോ സ്റ്റുഡൻസ്. അവർ ഈ സമരത്തിൽ പങ്കെടുത്തേക്കുന്നവരാണ്. ഈ പ്രതിഷേധ സമരത്തിൽ CJPയുടെ ആ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ഇത്രയും സ്റ്റുഡൻസിൻ്റെ എൻറോൾമെൻറ്റ്, അഭിഭാഷകരായിട്ട് എൻറോൾ ചെയ്തിട്ട് വേണമല്ലോ പ്രാക്ടീസ് ചെയ്യാൻ. ആ എൻറോൾമെൻ്റ് അങ്ങ് തടഞ്ഞു. എൻറോൾ ചെയ്യണ്ട, ഇനി അതിന് തീരുമാനം എടുക്കാമെന്ന് 19-ാം തീയതി. ആരാന്നറിയോ? ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇവനൊക്കെ നാണമില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഈ സെൻട്രൽ ഗവൺമെൻറ് കീഴിലൊന്നുമുള്ള മെഷീനറി അല്ല, ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്. അവർ തീരുമാനം എടുത്തേക്കാണ് വേണ്ടാന്ന്. അത് 19-ാം തീയതി തീരുമാനിക്കാമെന്ന്. ഇതിൽ തീരുമാനം എടുക്കുന്നത് 19-ാം തീയതി. അതുവരെ എൻറോൾമെൻറ്റ് വേണ്ട എന്നങ്ങ് തീരുമാനിച്ചേക്കാണ്. ഇവരൊക്കെ സത്യത്തിൽ എന്ത് ജനാധിപത്യ ബോധമുണ്ട്? പ്രതിഷേധിക്കാനുള്ള ഒരു അവകാശം എന്ന് പറയുന്നത് ഈ നാട്ടിലെ പൗരൻ്റെ അവകാശമല്ലേ? ദുർഭരണത്തിനെതിരെ ശബ്ദമുയർത്തുക, പ്രതിഷേധിക്കുക എന്നുള്ളത് ഒരു പൗരൻ്റെ അവകാശമല്ലേ? ഇവർ യുവാക്കൾ എന്ന് പറയുന്നത് ഇവരാരും ഇന്ത്യൻ പൗരന്മാരല്ലേ? അവർക്ക് പ്രതിഷേധിക്കാനൊക്കെ ഉള്ള അവകാശമല്ലേ? ഇതിനിടെ ഒരു ജഡ്ജി ചോദിച്ചത് ആയിട്ട് കണ്ടു പത്രത്തിൽ. ഏത് ജഡ്ജിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനത് കണ്ട് അത് അന്തം വിട്ടുപോയി കണ്ടിട്ട്. കാരണം ഒരു ജഡ്ജിക്ക് ചോദിക്കാൻ പറ്റിയ വിഷയമാണെന്നായിട്ട് എനിക്ക് തോന്നിയില്ല. അതായത് ജന്തർ മന്ദറിൽ എന്തിനാണ് ഇതിന് അനുവാദം കൊടുക്കുന്നതെന്ന്, സമരത്തിന് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും അനുവാദം കൊടുക്കരുത്, ആരും കയറരുത്, പ്രതിഷേധിക്കരുത്. പ്രതിഷേധം എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. വീട്ടിനകത്തിരുന്ന് ആർക്കെങ്കിലും പ്രതിഷേധിക്കാൻ പറ്റുമോ? പൊതുസ്ഥലത്ത് ഇറങ്ങിയല്ലേ പ്രതിഷേധിക്കാൻ ഒക്കൂ. ഈ പ്രതിഷേധിക്കുന്ന എന്തിനാണ്? അത് ജനങ്ങളുടെ ഇടയിൽ വരണം, വിവരം ഇതറിയണം, ആ ജനങ്ങളുടെ ശബ്ദം ഇതിനെതിരെ ഉയരണം. എന്തിനാണ് ഈ പ്രതിഷേധം ഉണ്ടായത്? 27ഓളം കുഞ്ഞുങ്ങൾ അവർ ആത്മഹത്യ ചെയ്തു. അതിൻ്റെ കാരണം നീറ്റ് എക്സാമിനേഷനിലെ ക്രമക്കേടും ആ നീറ്റ് എക്സാമിനേഷൻ റദ്ദാക്കിയതും മൂലം. കാരണം അത്രത്തോളം സ്ട്രെസ്സും സ്ട്രെയിനും അവർക്ക് താങ്ങാൻ വയ്യാതെ വന്നു. അങ്ങനെ ഉള്ളപ്പോൾ അവർ ഇതുപോലെ ആത്മഹത്യ ചെയ്തതിനാണ്. അതിനകത്ത് ധർമ്മേന്ദ്ര പ്രധാൻ്റെ പങ്ക് വെളിവായി. ഈ കുട്ടികൾ അത് പിടികൂടി, യുവാക്കൾ മനസ്സിലാക്കിയിട്ട് അയാളുടെ രാജി ആവശ്യപ്പെട്ടാണ് അവിടെ സമരം ചെയ്തത്. അതുപോലെ ഈ മരിച്ച കുഞ്ഞുങ്ങളുടെ വീട്ടിൽ ഓരോരുത്തർക്കും 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം കൊടുക്കണം കേന്ദ്ര ഗവൺമെൻറ്.
ന്യായമായ ആവശ്യമല്ലേ അവർ ഉന്നയിച്ചത്? ആ വീട്ടിൽ എത്ര കൊടുത്താലും ഈ പോയ ജീവന് പകരം കിട്ടത്തില്ല. പക്ഷേ ആ കൊടുക്കുക എന്ന് പറയുന്ന ഒരു മര്യാദയാണ്, കൊടുക്കണം. അതുപോലെ ഇനി ഒരു കാരണവശാലും ഈ പരീക്ഷയിൽ ക്രമക്കേട് വരാൻ പാടില്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അവസാനം അയാൾ രാജിവെച്ചല്ലോ, വെപ്പിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങ് പതുക്കെ അങ്ങ് ടോൺ അങ്ങ് മാറ്റി എന്താണെന്നറിയാം? മിസ്ഗൈഡാണ് ഇവർ വീണ്ടും തെറ്റിദ്ധരിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് വിദ്യാർത്ഥികൾ അവരെ ഭാവി നശിക്കരുതെന്ന് കണ്ടുകൊണ്ട് ഇയാൾ രാജിവെച്ചാണ്. ഇത്രയും മഹാനായ ഒരു മനുഷ്യൻ നമുക്ക് കാണാൻ കിട്ടത്തില്ല കേട്ടോ. അയാളുടെ ബന്ധുവിന് കോൺട്രാക്ട് കൊടുത്ത ആളാണ്. അതും കരിമ്പട്ടികയിലുണ്ടായിരുന്ന ഒരു കമ്പനിക്കാണ് കോൺട്രാക്ട് കൊടുത്തിട്ടാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ അവസാനത്തെ ഭാഗമായിട്ട് ജൂലൈ 1-ന് സെപ്റ്റംബർ 1-ന് ഈ CPIയുടെ ഒരു പ്രതിഷേധ സമരം വെച്ചിരുന്നു ഡൽഹിയിൽ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വികലമായ നയങ്ങൾക്കെതിരെ ഉള്ള ഒരു പ്രതിഷേധ സമരമാണ്. അപ്പോൾ എന്താണെന്ന് അതിനുവേണ്ടി ഇവിടെ കേരളത്തിൽ നിന്ന് CPIക്കാരെ ചേർത്ത്, ബിനോയ് വിശ്വസിൻ്റെ പാർട്ടിയാണല്ലോ, അദ്ദേഹം ഏതാണ്ട് 22 ബോഗികളാണ് ഒരു സ്പെഷ്യൽ ട്രെയിനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് 10 ലക്ഷം രൂപ അതിന് അഡ്വാൻസ് പേയ്മെൻറ്റും കൊടുത്തു കഴിഞ്ഞ് പിന്നെയൊക്കെ വിളിച്ചിട്ടൊന്നും ഫോണിലും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ട്രെയിനിൻ്റെ സമയം അറിയണം, അതൊന്നും നടക്കുന്നില്ല. ട്രെയിനിൻ്റെ വിവരങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ല എന്നൊക്കെ ആയി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സംഭവം എന്താ അറിയോ? ഈ 10 ലക്ഷം രൂപ ഇങ്ങനെ റീഫണ്ട് ചെയ്തു ഇവർക്ക്. ട്രെയിൻ അങ്ങ് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞാൽ ഡൽഹിയിലോട്ട് ചെല്ലണ്ട. ഡൽഹിയിലെ ചെന്നാലല്ല ഈ പ്രതിഷേധ സമരം നടത്താൻ പറ്റും. അതുകൊണ്ട് ഡൽഹി ചെല്ലണ്ട. ഇനി അന്ന് ഇതിന് ചെയ്തതെന്ന് പറഞ്ഞാൽ CJP സമരം നടക്കുമ്പോൾ, പ്രതിഷേധ സമരം ചെയ്തപ്പോൾ ആരും വെളിയിൽ നിന്ന് വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ പൊതുഗതാഗത സംവിധാനങ്ങൾ മുഴുവൻ താറുമാറാക്കി. അതെല്ലാം അങ്ങ് മുടക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മെട്രോ റെയിൽ പോലും ഒരു 5-6 സ്റ്റേഷൻ അങ്ങ് അടച്ചിട്ടു. അങ്ങനെയുള്ള പണികളെല്ലാം ചെയ്തു. എന്നിട്ടും അതിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ വേറെ മാർഗം ഇനി കാണും. ഈ നാട്ടിലെ യുവാക്കളെ ഇങ്ങനെയൊന്നും തോൽപ്പിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, പ്രതിഷേധ സമരങ്ങളെ അടിച്ചമർത്തുന്നത് തെറ്റായ ഒരു പ്രവണതയാണ്. അത് ശരിയല്ല. അത് ഡ്രാക്കോണിയൻ എന്ന് നമുക്ക് പറയാം. ആ രീതിയാണ്. ഇത് ബ്രിട്ടീഷുകാർ ഭരിക്കുകയല്ല ഇപ്പോൾ ഇന്ത്യക്കാരാണല്ലോ ഭരിക്കുന്നത്. ഇന്ത്യക്കാർ തിരഞ്ഞെടുത്ത ഇന്ത്യ ഗവൺമെൻറ്റാണ് നമ്മളെ ഭരിക്കുന്നത് എന്നാണ് വൈപ്പ്. പക്ഷേ ഈ സമരങ്ങളെക്കുറിച്ചോ ഇതിൽ ബലപ്രയോഗം നടത്തുന്നതിനെക്കുറിച്ചോ അതിനെക്കുറിച്ചൊരു വിവരം പോലും നമ്മുടെ പാർലമെൻറ്റേറിയൻസിന് കൊടുക്കാതിരിക്കാൻ വേണ്ടി അത് നൽകാതിരിക്കാൻ വേണ്ടി അവരെ ഇരുട്ടിൽ നിർത്താൻ വേണ്ടി അമിത്ഷാ, നമ്മുടെ പ്രധാനമന്ത്രി, ഇവരാരും ലോക്സഭയിലും രാജ്യസഭയിലും പോകുന്നില്ല, വാതിറക്കുന്നില്ല, മിണ്ടുന്നില്ല. ഇതാണ് ഇന്ന് പോയി വാതിറന്നിട്ടുണ്ട്. എന്തിന്? നമ്മുടെ വന്ദേ മാതരം ആലപിക്കാൻ. എല്ലാം ശരിയായി. അതോടുകൂടി കാര്യങ്ങളൊക്കെ ശരിയായി.